പത്തനംതിട്ട പോക്സോ കേസിൽ 62 പേരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടി പുറത്തു പറഞ്ഞു എന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ്. സമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും ഇവരോട് ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ ആയിട്ട് കുട്ടിക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്കൊരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത്. അപ്പോൾ ആ മഹിളാ സമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും അവിടെ CWC ഞങ്ങൾ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യ ഇരുപ്പിൽ തന്നെ പറഞ്ഞു. പക്ഷേ നമുക്ക് CWCന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. അതിൽ പേരുകളുണ്ട്, അവരുടെ പ്രായത്തെ സംബന്ധിച്ച് സൂചനയുണ്ട്, എവിടെ വെച്ച് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള വിവരണങ്ങളുണ്ട്. പക്ഷേ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ഈ 2 റിപ്പോർട്ടും നമ്മൾ പല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം കുറേ കൂടെ സൂപ്പർവിഷൻ കുറേ കൂടെ ഭേദപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിലും അത് ആ ലെവലിലാണുള്ളത് കുറേ കൂടെ മെച്ചപ്പെടുക. അതുകൊണ്ട് അങ്ങനെ കൊടുത്ത സമയത്ത് തന്നെ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് അതിനകത്തൊരു സമയനഷ്ടത്തിൻ്റെ പ്രശ്നം ഒതുക്കാതെ തന്നെ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് സർക്കാർ സംവിധാനം മിഷണറീസ് എല്ലാം നന്നായിട്ട് തന്നെ വിവരങ്ങളെ വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുത്തതാണ് ഇപ്പോൾ ഈ കേസ് ഇത്ര വരെ മുന്നോട്ട് പോകാനുള്ള കാരണമായത്.